ഹലോ ഗായ്സ്, ബ്രാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 താരങ്ങളുണ്ട്. പഴയ താരങ്ങൾ പണ്ട് എങ്ങാ ഫോമിലായി ഭയങ്കര ബാറ്റ്സ്മാൻമാരെന്നൊക്കെ പറയണ ഭയങ്കര 3 താരങ്ങൾ. ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് ആകാശ് ചോപ്ര, 2 പാർത്ഥിവ് പട്ടേൽ, 3 വന്നിട്ട് നമ്മളെ ശ്രീകാന്ത്, തമിഴ് ശ്രീകാന്ത്. ഈ 3 പേർക്കും സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറ്റം പറയാൻ മാത്രമേ സഞ്ജുവിനെ മാത്രം കുറ്റം പറയാൻ മാത്രമേ ഇവർക്ക് കാരണങ്ങളുള്ളൂ. എനിക്കറിഞ്ഞൂടെ ഇതിന് മാത്രം കുറ്റം പറയാൻ. ഈ അഭിഷേക് ശർമ്മയുടെ 8 കളി എടുത്തു കഴിഞ്ഞാൽ 5 കളിയിൽ ഡക്കാണ് അതിൽ. അതിനൊന്നും ഇവർക്ക് ഒന്നും പറയാനില്ല. ഇവർക്ക് സഞ്ജുവിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ 3 കിഴങ്ങന്മാര്, പച്ച മലയാളത്തിൽ കിഴങ്ങ്, വേറെ ഭാഷയാണ് പറഞ്ഞത്, അത് വിളിക്കാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ കിഴങ്ങന്മാര് എന്തിനു പറയാ. ഈ 3 ആകാശ് ചോപ്ര, ഈ പൊട്ടനെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പണ്ടങ്ങാണ്ട് 2 ടെസ്റ്റിൽ എന്താ കണ്ടിട്ടുണ്ട്. 2 ടെസ്റ്റിൽ എന്താ തുഴഞ്ഞ് ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ആകാശ് ചോപ്ര. ഇവന്റെയൊക്കെ സംസാരം കേട്ടെങ്കിൽ ഇവനൊക്കെ ഒണ്ടേലും 2020 വളർന്നു. 2020 ഇറങ്ങിയപ്പോഴേ ഇവനൊന്നും ഇല്ല. അതിന് മുമ്പേ അവനൊക്കെ പോയി ഫോം ഔട്ടായി, ടീമിനും ഇല്ല, ഒന്നിനും ഇല്ല, പരാജയപ്പെട്ടു. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കോച്ചായിട്ടെങ്കിലും നിന്ന് ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നേ കുഴപ്പമില്ല. ഇതൊന്നുമില്ല. കിഴങ്ങന്മാരതാ കിഴങ്ങന്മാർ. അടുത്ത കിഴങ്ങനാണ് പാർത്ഥിവ് പട്ടേൽ. അവൻ സഞ്ജുവിനെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അവനാണ് സഞ്ജുവിന്റെ ആവശ്യമേ ടീമിൽ നിന്നാണ് ഈ കിഴങ്ങൻ പറയുന്നത്. ഈ പറയണ ഇവൻ ഈ കിഴങ്ങനെ ഒന്നേ ടീമിൽ എടുത്തിട്ടുണ്ട്. 2020 ഒക്കെ ഇറങ്ങിയപ്പോൾ പോലും വരുന്നില്ല. വിരമിച്ച് കിഴങ്ങൻ തന്നെ ഭൂലോക കിഴങ്ങൻ വേറെ ഭാഷയാണ് പറഞ്ഞത്. അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കിഴങ്ങനെന്ന് തോന്നുന്നത്. പാർത്ഥിവ് പട്ടേൽ. ഇനി അടുത്തത് ശ്രീകാന്ത്. 2 വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും. 2 വെള്ളത്തിൽ ഇവിടെ അവിടെ ചവിട്ടിക്കൊണ്ടിരിക്കും. സഞ്ജുവിനെ കുറ്റം പറഞ്ഞ് അങ്ങനെ സഞ്ജു നല്ല രീതിയിൽ ഫോമായി 3 സെഞ്ചുറിയൊക്കെ അടിച്ച സമയത്ത് സഞ്ജു വേണം നല്ല പ്ലെയർ, സഞ്ജു എന്നെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സഞ്ജുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് ഫോമിലില്ലാതെ ഇരുന്നപ്പം സഞ്ജുവിനെ കുറിച്ച് കുറ്റം വന്നു. കുറ്റം ഇത് പൊട്ടണം പറഞ്ഞാൽ ഭൂലോക പൊട്ടനാണ് ശ്രീകാന്ത്. ഈ 3 പേരും ഭൂലോക പൊട്ടന്മാരാണ്. ഇങ്ങനെ പറഞ്ഞാൽ മരപ്പാഴുകളെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ഈ 3 എണ്ണത്തിലേക്ക് മരപ്പാഴെന്ന് പറഞ്ഞാൽ മരപ്പാഴ്. ഇവര് സഞ്ജുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതാണ് ഞാൻ ആലോചിക്കണം. സഞ്ജുവിനെ മാത്രം ഫോക്കസ് ചെയ്യും. ഈ പാർത്ഥിവ് പട്ടേലിനൊക്കെ പറയാൻ എന്ത് അർഹതയുണ്ട്? സഞ്ജു അടിച്ച 3 സെഞ്ചുറിയുടെ അടുത്തില്ല വരും. സഞ്ജു ഇപ്പൊ പെർഫോം ചെയ്യണതിന്റെ ഒരു പാതി ലെവലെങ്കിലും ഇവനൊക്കെ ഉണ്ടായിരുന്നു. പാർത്ഥിവ് പട്ടേൽ ഇവരൊക്കെ ടീമിലേ ഇല്ലായിരുന്നു. പണ്ടങ്ങാട് ടെസ്റ്റിൽ മകരത്തിന് 3 ഫോറം അടിച്ചു. അതിന്റെ പേരിലാണ് കിടന്ന് ആളായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂട്ടുകാരെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞൂടാ. പക്ഷേ സൂപ്പർ 8 22-ാം തീയതി ഞായറാഴ്ച ആരംഭിക്കുകയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫസ്റ്റ് മാച്ച്. എന്ത് തന്നെ നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്ത് തന്നെ നടന്നിരുന്നാലും സഞ്ജുവിന് ഇടം കൊടുത്താൽ ടീമിന് വേറൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പൂർണ്ണമായിട്ടും ടീമിന് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും. കാരണം പറഞ്ഞാൽ 2 ഓപ്പണേഴ്സ് ലെഫ്റ്റ് ഹാൻഡാണ്. പിന്നെ ഇറങ്ങണത് റൈറ്റ് ഹാൻഡ് സൂര്യകുമാർ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങണത് തിലക് വർമ്മ ലെഫ്റ്റ് ഹാൻഡാണ്. ഡൂംബെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് ടീമിൽ. അപ്പൊ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളപ്പം റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ട് ഒരാളെങ്കിലും വേണ്ട ടീമിൽ. 1 or 2 പേരെങ്കിലും വേണ്ട. സൂര്യകുമാർ ഓൾറെഡി റൈറ്റ് ഹാൻഡ് ആണെങ്കിലും ഞാൻ പറയുന്നത് ബാലൻസ് ചെയ്യാൻ, ടീം ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? മറു ടീം എന്ത് ചെയ്യും? എല്ലാ ഓഫ് സ്പിന്നർ, അപ്പുറത്തെ ടീമിൽ മൊത്തം ഓഫ് സ്പിന്നർ സെലക്ട് ചെയ്യും. ഇവരെ എല്ലാ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരല്ലേ. അപ്പോൾ അവർക്ക് ടീമിനൊരു അഡ്വാൻറ്റേജ് ആണ്. അവരുടെ എതിർ ടീമിന് ശകലം അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ സ്പിന്ന് നല്ല രീതിയിൽ കളിക്കുന്ന സഞ്ജു സാംസനെ 1 ഡൗണിൽ ഇറക്കണമെന്നാണ് എന്റെ താല്പര്യമുള്ള ഒരുവിധം. ഇപ്പൊ ഒരു പത്രസമ്മേളനത്തിൽ നമ്മളാ റയാൻ ടെൻ ദോഷ് എന്നാണ് നമ്മൾ ഡച്ച്. ഇപ്പം ഗംഭീറിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നമ്മൾ ഇന്ത്യൻ ടീമിലെ അസിസ്റ്റന്റ് കോച്ചാണ് റയാൻ ടെൻ ദോഷ്. പുള്ളി ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു നല്ല സ്ട്രാറ്റജി ഉണ്ട്. എന്താണ് ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടീമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടീമിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. റൈറ്റ് ഹാൻഡേഴ്സ് ഇല്ലാത്തത് ഒരു വൻ പോരായ്മ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് സഞ്ജു സാംസൺ ബെഞ്ചിലാണെന്നുള്ളത് ഓർക്കണം. സൂപ്പർ 8-ൽ എന്തായിരുന്നാലും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കാം എന്നാണ് റയാൻ ടെൻ ദോഷെ പറയുന്നത്. അതൊരു സൂചനയല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു നല്ലൊരു സൂചനയാണ് എന്നാണ് ഞാൻ ആലോചിച്ചത്. ചിലപ്പോൾ സൂപ്പർ 8-ൽ ചില മാറ്റങ്ങൾ വരാം. തിലക് വർമ്മേനെ ബെഞ്ചിലിരുത്തിയിട്ട്
സഞ്ജു സാംസൺ അവസരം കൊടുക്കാം. തിലകവർമ്മ നല്ല രീതിയിൽ കഴിഞ്ഞ മാച്ചിൽ തുടങ്ങി എല്ലാ മാച്ചും സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 110, 180 ഒക്കെയാണ് സ്ട്രൈക്ക് റേറ്റ്. ഇവിടെ സഞ്ജു സാംസൺ 8 ബോൾ ബേസ് ചെയ്ത് 273 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് സഞ്ജു സാംസൺ. നല്ല രീതിയിൽ തുഴയണം എന്ന് പറഞ്ഞാൽ തുഴഞ്ഞ് ഒരു വെള്ളം വാങ്ങിച്ചു കൊടുക്കും അവൻ തുഴയാനായിട്ട്. പെർഫോം ചെയ്യണം. ഇത് നല്ലൊരു ഇങ്ങനെ ഒരു 2020 വേൾഡ് കപ്പ് നമ്മൾ ഗെയിമിൽ പെർഫോം ചെയ്യണം. പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. തുഴഞ്ഞ് ഇങ്ങനെയും തുഴയണം തിലക് വർമ്മ. നമുക്ക് പെർഫോമൻസ് ആണ് ഇവിടെ ആവശ്യം. ടീമിന് എപ്പോഴും പെർഫോമൻസ് ആണ് ആവശ്യം. സഞ്ജു സാംസൺ ഒരു ഗെയിമിൽ കളിച്ചുകൊണ്ട് 8 ബോൾ 22 നല്ല രീതിയിൽ പെർഫോം ചെയ്ത് 275 മേലുള്ള സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും സഞ്ജു സാംസണിന് ആവശ്യമായ ഘട്ടമാണ് സൂപ്പർ 8 എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് തന്നെ ആകട്ടെ, ഇപ്പൊ അഭിഷേക് ശർമ്മ ഇത്രയും ഡക്കൗട്ട് ആയിട്ടില്ല, അഭിഷേക് ശർമ്മ എന്നെ ഓപ്പൺ ചെയ്യുമെന്ന് ആധികാരികമായ ഒരു പറയുമ്പോഴും സഞ്ജു സാംസൺ ഒരു നീതികേട് വിടാം. സഞ്ജു സാംസൺ കഴിഞ്ഞ പരമ്പരയിൽ ന്യൂസിലാൻഡ് പരമ്പരയിൽ തോൽവി സമ്മതിക്കില്ല. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് മാച്ച് വേൾഡ് കപ്പിൽ നവീപിക്കാതെ ഫസ്റ്റ് മാച്ചിൽ സഞ്ജു സാംസൺ പെർഫോം ചെയ്തിട്ടുണ്ട്. 8 ബോൾ 22 റൺ എന്ന് പറഞ്ഞാൽ നല്ല സ്കോർ തന്നെയാണ്. എന്തുകൊണ്ട് ഇവര് സഞ്ജു സാംസൺ അവസരം കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓൾറെഡി എല്ലാ ഓപ്പണേഴ്സ് 2 ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മ ലെഫ്റ്റ് ഹാൻഡ്, ഡൂംബ ലെഫ്റ്റ് ഹാൻഡ്, റിങ്കു സിംഗ് ലെഫ്റ്റ് ഹാൻഡ്, പറഞ്ഞത് എല്ലാം ലെഫ്റ്റ് ഹാൻഡ്, തിലക് വർമ്മ ലെഫ്റ്റ് ഹാൻഡിൽ. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു റൈറ്റ് ഹാൻഡ് വേണം. ഇപ്പൊ സഞ്ജു സാംസൺ ഓപ്പൺ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ തിലക് വർമ്മയുടെ പൊസിഷനിൽ സഞ്ജു സാംസൺ കളിക്കും. സഞ്ജു സാംസൺ അതൊക്കെ സഞ്ജു സാംസൺ കളിക്കും. എന്നാൽ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുന്നത് സഞ്ജു സാംസൺ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പൊസിഷൻ ആ 3 ആണ്. നമ്പർ 3 എന്നാണ് പൊസിഷൻ. രാജസ്ഥാൻ റോയൽസിലും സഞ്ജു സാംസൺ അങ്ങനെയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത്. ആദ്യം മുമ്പ് ബാറ്റ് ചെയ്തുകൊണ്ടത്, പിന്നീടാണ് ഓപ്പണിങ്ങിലോട്ട് മാറിയത്. ആ നമ്പർ 3 ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പിന്നർ കൊണ്ടുവന്ന സമയമായിരിക്കും. സ്പിന്ന് നല്ല രീതിയിൽ കളിക്കും സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്പിന്നിൽ നല്ല രീതിയിൽ കളിക്കും. അത് ലെഗ് സൈഡ് ആയോ ഓഫ് സൈഡ് ആയോ എവിടെ ആയിക്കോട്ടെ സ്പിന്നിൽ നല്ല രീതിയിൽ കളിക്കും. തുഴയത്തില്ല സഞ്ജു സാംസൺ. ഇവിടെ ഇപ്പൊ സഞ്ജു സാംസണിന്റെ അത്യാവശ്യം 100% അത്യാവശ്യമാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പൊ സഞ്ജു സാംസൺ എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുറ്റം പറയണ ഈ പൊട്ടൻ ആകാശ് ചോപ്രയും പൊട്ടൻ പാർത്ഥിവ് പട്ടേലും പൊട്ടൻ 2 വള്ളത്തിൽ ചവിട്ടണ ശ്രീകാന്തും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ മണ്ടൻ. ഇപ്പൊ സൂപ്പർ 8-ന് മുമ്പുള്ള കളിയിൽ ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഞാനാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ സഞ്ജുവിനും പകരം വാഷിംഗ്ടൺ സുന്ദറിന് ഓപ്പണിംഗ് ഇറക്കും എന്നാണ് പറഞ്ഞിരുന്നത് ശ്രീകാന്ത്. വാഷിംഗ്ടൺ സുന്ദറിനെ ഓപ്പണിംഗ് ഇറക്കി സഞ്ജുവിനെ ബെഞ്ചിൽ തന്നെ ഇരുത്തി എന്നാണ് പറയുന്നത്. ഈ ആകാശ് ചോപ്ര പറയണത് ആകാശ് ചോപ്ര എന്ന് പറഞ്ഞാൽ ഭൂലോക പൊട്ടനാണ്. സാധാ പൊട്ടനല്ല, അത് ഇച്ചിരി കൂടി മൂപ്പ് കൂടിയ പൊട്ടനാണ്. പൊട്ടനും പട്ടനും എന്തൊക്കെ പറയാതെ വായിൽ വേറെ ആക്കാൻ പറയുന്നത്. സഞ്ജുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് സൂപ്പർ 8 സഞ്ജുവിനെ ഇറക്കാനേ പാടില്ലെന്നാണ് ഈ ആവശ്യം പറയുന്നത്. സഞ്ജു ഫുൾ ഫോം ഔട്ടാണ്. ആ ഫുൾ ഫോം ഔട്ടായ ആളാണ് 8 ബോൾ 22 റൺ അടിച്ചത്. അപ്പൊ പൊട്ടാര് ആശോപ്രം ഫുൾ പൊട്ടനല്ലേ, പൊട്ടനും കിഴങ്ങനുമാണ്. പിന്നെ അടുത്തത് പാർത്ഥിവ് പട്ടേൽ. അവൻ പറയുന്നത് സഞ്ജു സാംസന് ഈ 2020 വേൾഡ് കപ്പിൽ ആവശ്യമേ ഇല്ല. ഇവനൊക്കെ ഈ കിഴങ്ങ ഈ പാർത്ഥിവ് പട്ടേൽ നീയൊക്കെ മുംബൈയിലായിട്ട് നിനക്ക് ഒരു അവസരം കിട്ടി. നീയൊക്കെ വേൾഡിലായിരുന്നെങ്കിൽ നിനക്ക് അവസരം കിട്ടുമായിരുന്നു. പാർത്ഥിവ് പട്ടേലായിരുന്നു. അങ്ങനെ സഞ്ജു സാംസനെ ടാർഗറ്റ് ചെയ്ത് കുറെ ടീമുകൾ കിടന്ന് കളിക്കുകയാണ്. നീക്ക് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരുന്നാൽ പോലും ഈ പറഞ്ഞ കളികളിൽ ഒരു 5 മാച്ചിൽ 1 മാച്ചെങ്കിലും സഞ്ജു സാംസൺ കൊടുക്കും. സഞ്ജു സാംസൺ പ്രൂവ് ചെയ്യും. എഴുതി വെച്ചോ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇതൊരു പക്ഷെ അപ്പോഴും ചെറുക്കൻ ടീമിന് വേണ്ടി കളിക്കുള്ളൂ. ചെറുക്കന്റെ സ്വന്തം ടീമിൽ സ്ഥിരമാവണം എന്നും പറഞ്ഞുകൊണ്ട് ചെറുക്കൻ പെർഫോം ചെയ്യില്ല. സഞ്ജു സാംസൺ പെർഫോം ചെയ്യും, ടീമിന് വേണ്ടി പെർഫോം ചെയ്യും. കുറഞ്ഞ ബോളിൽ ഒരു നല്ലൊരു സ്കോർ ചെയ്തു. 20 ബോളൊക്കെ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം 50-ന് പുറത്ത് പുള്ളി സ്കോർ ചെയ്തിരിക്കും. പുള്ളി ഡക്കായിരുന്നാൽ പോലും ബോൾ വേസ്റ്റ് ആക്കൂല. ബോൾ വേസ്റ്റ് ആക്കൂല. അപ്പൊ പുള്ളി എന്നപ്പോൾ നല്ല ഒരു 2 വെട്ടെങ്കിലും പുള്ളി ഇറങ്ങിപ്പോകും. അതാണ് പുള്ളിയുടെ ക്വാളിറ്റി എന്നാണ്. അപ്പോഴേ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ശ്രീകാന്തും ആകാശ് ചോപ്രയും പാർത്ഥിവ് പട്ടേലും ഈ മണ്ടന്മാരും കിഴങ്ങന്മാരും മാറി നിൽക്കട്ടെ. നമുക്ക് നല്ലവരായ മുഹമ്മദ് കൈഫ്, ഇർഫാൻ പഠാൻ, റോബിൻ ഉത്താപ്പ, അങ്ങനെ നല്ല സുനിൽ ഗവാസ്കർ, അങ്ങനെ നല്ല നല്ല ഒരുപാട് പ്ലേയേഴ്സ് സഞ്ജു സാംസൺ, അജിങ്ക്യ രഹാനെ എല്ലാം നല്ല നല്ല കിടിലം പ്ലേയേഴ്സ് സഞ്ജു സാംസൺ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. രോഹിത് ശർമ്മ ഉൾപ്പെടെ
സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം സഞ്ജു സാംസന്റെ ക്ലാസ് ഉണ്ടെന്ന്, സഞ്ജു സാംസന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇപ്പോഴും സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം സഞ്ജു സാംസന്റെ ഇമ്പാക്ട്, ടീമിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്ട്. സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്ത എല്ലാ കളിയിലും ടീം 200 മേളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് അപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഈ 20 വേൾഡ് കപ്പിലും അങ്ങനെയാണ്. ഇഷാൻ കിഷനായിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഉൾപ്പെടെ 200 റൺ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു പ്ലെയേഴ്സിന്റെ ഇമ്പാക്റ്റ് ആണ്. തീർച്ചയായും കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നല്ലത് നടക്കട്ടെ, സഞ്ജു സാംസൺ അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അതിന്റെ പേര്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് ഗൈസ്. ബൈ ഫ്രം ഭ്രാന്തൻ.